ഇന്നത്തെ ഞങ്ങളുടെ വീട് കാറ്റാടിക്കടവിലേക്കാട്ടോ. കാറ്റാടിക്കടവിൻ്റെ പ്രവേശന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് അത്ര നല്ല ക്ലിയർ റോഡൊന്നും അല്ല. ഇതിങ്ങനെ കുറച്ച് ഉന്തും മുഴയൊക്കെ ആയിട്ട് ഇങ്ങനെ കല്ല് കൂടിയും പൊങ്ങിയും താന്നും ഒക്കെ ഇരിക്കുന്ന ഒരു വഴിയാണ് ഇത്. നമ്മൾ വണ്ണപ്പുറത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ പോയിട്ട് മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോടെ ട്രക്കിംഗ് പോലെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നടന്നു പോകുന്നത് തന്നെയാണ്. കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നടന്നു പോകാം. പിന്നെ ഈ ഭാഗത്ത് കടകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് വെള്ളം കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ഇരുവശത്തും ഇങ്ങനെ അവിടെ നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ഒന്നുമില്ല എങ്കിലും കുറച്ച് കാട്ടുമരങ്ങളും ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് നടന്ന് തന്നെ പോകാം. നടന്ന് തന്നെ പോകുന്നതെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് വഴിയല്ല, ഇങ്ങനെ മണ്ണൊക്കെ ഒഴുകിപ്പോയിട്ട് ഇങ്ങനെ ഗട്ടറും ഇതൊക്കെ ആയിട്ട് പോകുന്നു. അവിടെ ഇവിടെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, കാട്ടുചെടികളുണ്ട്. പിന്നെ ഈ ഭാഗം വരുമ്പോൾ ഇവിടെ കുറേ കലമ്പട്ടയൊക്കെ ഉണ്ട് കേട്ടോ. കലമ്പട്ടയിൽ ഇരുന്ന ഒരു വിട്ടിൽ പോലത്തെ ചെടി, കലമ്പട്ട പൂവ് ഇങ്ങനെ തിന്നുന്നതായിട്ട് കാണാം. ഇങ്ങനെ താഴെ ഭാഗത്ത് കുറേ കലമ്പട്ടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിന്നെ പോകുമ്പം കുറച്ച് വഴി സ്മൂത്താണ്, വലിയ കല്ലൊന്നുമില്ല എങ്കിലും കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ച് കാട്ടുമരങ്ങളും വള്ളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ തൂങ്ങി നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ നടപ്പിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, വീണ്ടും ഇങ്ങോട്ട് മുമ്പോട്ട് പോകാം. ഇത് ഏകദേശം ഇതിൻ്റെ ടോപ്പിലേക്ക് തന്നെ നമ്മളെത്തി. ഇതിങ്ങനെ തോന്നിയാലൊരു കയറ്റം പോലെ സ്ഥലം കേട്ടോ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ കയറി പോവുകയാണ്. ഇവിടെ ഇങ്ങനെ പുല്ല് വകഞ്ഞ പോലെ ഇങ്ങനെ ഞങ്ങൾ കയറിപ്പോയപ്പോൾ താഴെ ഭാഗത്ത് വെച്ച് ഞങ്ങൾ കുറേ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പം ഇത് ഏകദേശം അതിൻ്റെ ഓൾമോസ്റ്റ് ടോപ്പാന്ന് പറയാം. ടോപ്പെന്ന് വെച്ചാൽ മലയല്ല, നമ്മൾ കയറി ചെന്ന് നമ്മൾ ഈ വ്യൂ പോയിൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴത്തോട്ട് ഇറങ്ങിപ്പോയാൽ നമുക്ക് അപ്പുറം ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ കുറച്ച് മലകൾ പോലെ കല്ലും ഇതുമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ദൂരെ നിന്ന് നമുക്കൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വെള്ളച്ചാട്ടം കാലാവസ്ഥ ഒരു കാർമേഘം പോലെയുള്ളത് കൊണ്ട് അന്തരീക്ഷം അത്ര ബ്രൈറ്റ് അല്ലായിരുന്നു. അത് കാരണം കൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് ലെഫ്റ്റ് സൈഡിലുണ്ടോ, ഇവിടെ ആ ഒരു മല ഇങ്ങനെ ഒരു പര പോലെ ഇങ്ങനെ നമുക്ക് നേരെ കാണാം. അതവിടെ നിന്ന് താഴെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ആ മലയിലേക്ക് പോകാം. പക്ഷെ അവിടെ വളരെ ഡേഞ്ചറാണെന്ന് തോന്നിയ കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടോ നമുക്ക് ഒരു ഷൂട്ട് ചെയ്തിട്ടും ഇതിൻ്റെ പറഞ്ഞിട്ടും ഒരു പൂർണ്ണമായിട്ടും ഒരു പൂർണ്ണത ആയിട്ട് തോന്നിയില്ല. അത് കാരണം കൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ വീണ്ടും ചെയ്യുന്നതാണ്. എങ്കിലും ഇത് മനോഹരമായ സ്ഥലം കേട്ടോ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു നടപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ആ സൈഡിൽ നിന്നും നമുക്ക് ആ വെള്ളച്ചാട്ടം വേറൊരു ആംഗിളിൽ നിന്നാണ് ഇതിനകത്ത് കാണുന്നത്.